തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നവതി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. പാളയം സെന്റ് ജോസഫ്സ് ഭദ്രാസന ദേവാലയത്തിൽ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ അതിരൂപതയുടെ നവതി ആഘോഷങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 1937 ജൂലൈ 1 പിയൂസ് 11 പാപ്പ ഇൻ ഓറ മലബാറിക്ക എന്ന വിജ്ഞാപനത്തിലൂടെ നിലവിൽ വന്ന തിരുവനന്തപുരം രൂപതയുടെ നാൾവഴികൾ ദിവ്യബലി മധ്യേ സ്മരിച്ചു. 2004 വിശുദ്ധ ജോൺ പോൾ II പാപ്പയാണ് അതിരൂപതയായി ഉയർത്തിയത്. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് പ്രേക്ഷിത ദൗത്യം നടത്തി ഒരുമിച്ച് മുന്നേറാൻ വചന സന്ദേശത്തിലൂടെ ബിഷപ്പ് ക്രിസ്തുദാസ് ആഹ്വാനം ചെയ്തു. എമിരിത്തൂസ് മെത്രാപ്പോലിത്ത സൂസപാക്യം, അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജിൻ എച്ച് പെരേര തുടങ്ങി അതിരൂപതയിലെ മറ്റു വൈദികർ സഹകാർമ്മികരായിരുന്നു. ദിവ്യബലി മധ്യേ നവതി ലോഗോയുടെ പ്രകാശന കർമ്മം എമിരിത്തൂസ് മെത്രാപ്പോലിത്ത സൂസപാക്യം നിർവഹിച്ചു. അതിരൂപതയിലെ സന്യസ്തരും വൈദിക വിദ്യാർത്ഥികളും വിവിധ ഇടവകളിൽ നിന്നുള്ള വിശ്വാസികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആഗോള കത്തോലിക്ക സഭയുടെ വിശ്വാസ പാരമ്പര്യത്തോടും പ്രബോധനങ്ങളോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ശതാബ്ദിയിലേക്ക് നീങ്ങുന്ന തിരുവനന്തപുരം ലത്തീൻ അതിരൂപത കേരളത്തിന്റെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണ്. അതിരൂപതയിലെ ഇടവകളിൽ ഞായറാഴ്ച പതാക ഉയർത്തി ഇടവകതല നവതി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും.